പുതിയ ആയുധത്തിന് മൂർച്ച കൂട്ടി കലുഷിതമായ ലോകരാഷ്ട്രീയത്തിൽ തങ്ങളുടെ സാന്നിധ്യം വീണ്ടും ചർച്ചയാക്കിയിരിക്കുകയാണ് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ. അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ റഷ്യയ്ക്കും ഇറാനുമൊപ്പം അടിയുറച്ചു നിൽക്കുന്ന തിന്മയുടെ അച്ചുതണ്ടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഉത്തര കൊറിയ ഇപ്പോൾ പുറത്തിറക്കിയ AI സൂയിസൈഡ് രഹസ്യാന്വേഷണ ഡ്രോണുകളാണ് ചർച്ചാ വിഷയം. ഒപ്പം തന്നെ ആളില്ലാ വിമാനങ്ങൾ സജ്ജീകരിക്കാനും പ്രതിരോധ കവചം സൃഷ്ടിക്കാനും ഉത്തര കൊറിയ മുന്നോട്ട് വന്നിരിക്കുന്നു എന്ന വാർത്ത ഇന്ന് ലോകമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. പുതിയ പദ്ധതിക്ക് കിം തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കുകയും വികസിപ്പിച്ചെടുത്ത ആയുധം കിം സന്ദർശിക്കുകയും ചെയ്തതായി ഉത്തര കൊറിയൻ മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പുതിയ ഉത്തര കൊറിയൻ ഡ്രോണുകൾക്ക് കരയിലും കടലിലുമുള്ള വ്യത്യസ്ത തന്ത്രപരമായ ലക്ഷ്യങ്ങളെയും ശത്രു സൈന്യത്തിൻ്റെയും പ്രവർത്തനങ്ങളെ ട്രാക്ക് ചെയ്യാനും നിരീക്ഷിക്കാനും കഴിയും എന്നതാണ് പ്രത്യേകത. അതേസമയം ആക്രമണ ഡ്രോണുകൾ വിവിധ ആക്രമണ ദൗത്യങ്ങൾക്കായി ഉപയോഗിക്കുകയും ചെയ്യുമെന്ന് കൊറിയൻ സർക്കാർ വാർത്താ ഏജൻസിയായ KCN വ്യക്തമാക്കുന്നുണ്ട്. 2 ഡ്രോണുകളിലും പുതിയ കൃത്രിമ ബുദ്ധി സജ്ജീകരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആളില്ലാത്ത ഉപകരണങ്ങളുടെയും AI-യുടെയും ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ കിം നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും മികച്ച AI സാങ്കേതിക വളർച്ചയുടെയും വിപണനത്തിൻ്റെയും കേന്ദ്രമാക്കി റഷ്യയെ മാറ്റുമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ റഷ്യയുമായി AI സാങ്കേതിക വിദ്യയിൽ സഹകരിക്കാൻ ഉത്തര കൊറിയ തയ്യാറായിരുന്നു. മറ്റു രാജ്യങ്ങൾ സാങ്കേതിക വളർച്ചയ്ക്ക് AI ഉപയോഗിക്കുമ്പോൾ ഉത്തര കൊറിയ AI-യെ എങ്ങനെ പ്രതിരോധ രംഗത്ത് കൂടുതൽ ഉപയോഗപ്പെടുത്താം എന്ന നിരീക്ഷണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളുടെ പരീക്ഷണം ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായിട്ടാണ് നടന്നത്. പരീക്ഷണം കാണാൻ കിം നേരിട്ടെത്തിയെന്നും പരീക്ഷണം വൻ വിജയമായിരുന്നു എന്നും ഉത്തര കൊറിയ അവകാശപ്പെടുന്നുണ്ട്. ദക്ഷിണ കൊറിയൻ വ്യോമസേന വികസിപ്പിച്ചെടുത്ത ബോയിങ് നിർമ്മിച്ച പീസ് ഐക്ക് സമാനമായ രീതിയിലുള്ള റഡാർ ഡോം സംഘടിപ്പിച്ച സംവിധാനമാണ് ഉത്തര കൊറിയ നിർമ്മിച്ചിരിക്കുന്നത്. റഷ്യൻ നിർമ്മിത IL-75 കാർഗോ വിമാനത്തെ കൊറിയ പ്രതിരോധ നിരയിലേക്ക് മാറ്റുന്നു എന്ന് നേരത്തെ തന്നെ ചർച്ചകൾ ഉയർന്നിരുന്നു. സാറ്റലൈറ്റ് ഇമേജുകൾ ഉപയോഗിച്ച് കൊറിയൻ വിമർശകർ കൊറിയയുടെ കയ്യിൽ ഇത്തരമൊരു ആയുധം സ്വന്തമാക്കാൻ കൊറിയ ശ്രമിക്കുന്നുവെന്നോ ഒക്കെ സംശയിച്ചിരുന്നു. ലണ്ടൻ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് വ്യക്തമാക്കിയത് പ്രകാരം ഇത്തരത്തിലുള്ള ഒരു വിമാനം ഉത്തര കൊറിയയുടെ നിലവിലുള്ള കരയിലധിഷ്ഠിത റഡാർ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായകരമാകും എന്ന് പറഞ്ഞിരുന്നു. ഏതായാലും പരീക്ഷണം വിജയിച്ച സാഹചര്യത്തിൽ കൂടുതൽ വിമാനങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രസിഡന്റ് കിം ജോങ് ഉൻ. അതേസമയം ഉത്തര കൊറിയയുടെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ആയുധ നിർമ്മാണവും ശേഖരണവും വികസനവുമെല്ലാം ദക്ഷിണ കൊറിയയും പാശ്ചാത്യ രാജ്യങ്ങളും സാഗൂതം വീക്ഷിക്കുകയുമാണ്.